പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടായ സംഭവം എന്തായിരുന്നു? ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറെ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്ന് അയക്കൽ. ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എക്സൽക്ക് പരാജയപ്പെട്ടു. പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു അവർ പിന്മാറി. അപ്പം അതിൻ്റെയൊക്കെ കുറെ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആരെയൊന്നും കൂടിയില്ല. അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പം റീസെൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവട്ടം എന്നൊരു പടം ഇറങ്ങി. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത്. ഞാൻ 18 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണ്. ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവട്ടം എന്നൊരു പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും എനിക്കത് പിടിച്ചില്ല. പുള്ളി ഞാൻ രാത്രി വിളിച്ചു പറഞ്ഞു ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു. ഈ പോസ്റ്റ് ഇട്ടതുകൊണ്ട് മാത്രമാണോ ആദ്യം ഫോണിലാണ് കാലത്തൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ നമുക്ക് പറയാൻ പറ്റായിട്ടുള്ള ഒരുപാട് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ആദ്യം ഫോണിലാണ് വിളിച്ചത്. അതെ, ഫോണിൽ വിളിച്ചിട്ടാണ്. നേരിട്ട് കാണുമായിരുന്നോ? അതെ അവിടെ വരാൻ പറയും. ഇന്നലെയാണോ ഇന്നാണോ സിനിമയുടെ പോസ്റ്റ്? അത് നല്ല സിനിമയാണെന്ന് വിവിന്റെ അതെ എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത്. ഞാൻ വർക്ക് ചെയ്യുന്ന ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യുന്നത്. ഉണ്ണിയുടെ മാനേജറായ സമയത്ത് തന്നെ നിങ്ങളൊരു കൺസൾട്ടന്റ് ആണല്ലോ, PR കൺസൾട്ടന്റ് ആണല്ലോ. ഞാൻ PR കൺസൾട്ടന്റ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് വരുന്നത്. പുള്ളിക്ക് അറിയുന്നല്ലേ, പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു ആവശ്യം? ഞാൻ പറഞ്ഞു ഇതിനടുത്ത് പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അത് പുള്ളിയുടെ ഉള്ള പ്രശ്നമാണ്. അത് എന്റെ പ്രശ്നമല്ല. ഈ ഫോണിലും നേരിട്ടും ഒക്കെ എന്താണ് പറയുന്നത്? ഉണ്ണി എന്താണ് ഈ അസഭ്യം പറഞ്ഞത്? അതൊക്കെ ഞാൻ അത് മൊഴി കൊടുത്തിട്ടുണ്ട്. അത് വഴി അവരും പറയും. കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതെനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമുണ്ട്. എനിക്ക് ഞാൻ ഫെഫ്റ്റയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാ സംഘങ്ങളിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് താങ്കളുടെ ഫ്ലാറ്റിലേക്ക് വന്ന് അതെ പാർക്കിംഗിലേക്ക്, ബേസ്മെന്റ് പാർക്കിംഗിലേക്ക് വിളിപ്പിച്ചിട്ട് അതെ. എനിക്കറിയില്ല, ഉണ്ടാവും, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു? ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. എനിക്ക് കുറച്ച് അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഞാനത് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടുന്ന് ഇന്റിമേഷൻ പോയായിരുന്നു? പോയിട്ടുണ്ടാവില്ല. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. നേരിട്ട് ഒന്ന് പരാതിപ്പെടുകയായിരുന്നു. ഈ മർദ്ദനം എങ്ങനെയാണ് മർദ്ദിച്ചത്? ആയുധം വെച്ചാണോ? അല്ല, ആയുധമൊന്നും ഇല്ലായിരുന്നു. അല്ലാതെ മർദ്ദിക്കായിരുന്നു. കൈകൊണ്ട്? അതെ. ഞാൻ പിന്നെ അത് എസ്കേപ്പ് ആയി മാറുമായിരുന്നു. താങ്കളൊരു കണ്ണടയൊക്കെ ചവിട്ടി പിടിച്ചിരുന്നു? അതെ. ഏതാണ്? എന്റെ ഒരു കണ്ണടിയൊക്കെ ചവിട്ടി പിടിച്ചു. അതെനിക്ക് വേറൊരു താരം ഗിഫ്റ്റ് തന്ന കണ്ണടി. ഏത് താരമാണ് അത്? ഈ ഇതിന് ശേഷം എന്തെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ എന്നെ വിളിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ പിന്നെ സംസാരിക്കാം. എനിക്ക് വയ്യ, തീരെ വയ്യ. ഞാൻ രാവിലെ ഇറങ്ങി.